Hello students, next is formula for finding curvature. Curvature find ചെയ്യാനുള്ള ഫോർമുലയാണ് നമ്മൾ അടുത്തത് പറയാനായിട്ട് പോകുന്നത്. അതൊരു തിയറം പോലെയാണ് പറയുന്നത്. ഇതിൻ്റെ പ്രൂഫും വരുന്നുണ്ട്. പ്രൂഫ് ഞാൻ തൽക്കാലം പറയുന്നില്ല, നിങ്ങൾ തൽക്കാലം അതിൻ്റെ ഫോർമുല മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോർമുല വരുന്നത് കെ ഓഫ് ടി ഈസ് ഈക്വൽ ടു, ഇത് രണ്ട് വര തെറ്റിയിട്ടേക്കുന്നതാണ്, നിങ്ങൾ ഒരു വര ഇട്ടാൽ മതി. മോഡുലസ് വാല്യൂ ആണ് കേട്ടോ ഉദ്ദേശിക്കണേ. മോഡുലസ് വാല്യൂ ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ഓഫ് ടി മോഡുലസ് വാല്യൂ ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്യൂബ് എന്നാണ് ഫോർമുല വരുന്നത് കേട്ടോ. മോഡുലസ് വാല്യൂ ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ബൈ മോഡുലസ് വാല്യൂ ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്യൂബ്. ഓക്കെ, പ്രൂഫ് ഞാൻ പറയുന്നില്ല, ഫോർമുല മാത്രം നിങ്ങൾ പഠിക്കുക. ഇതാ ഇവിടെ ഉണ്ട്, മോഡുലസ് വാല്യൂവിൽ എഴുതിയിട്ടുണ്ട്. മറ്റേത് രണ്ട് വരെ ഇടേണ്ട ആവശ്യമില്ല, തെറ്റി എഴുതിക്കുന്നതാണ്. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ഒരെണ്ണം മാത്രം ഇടാം. അപ്പോൾ അതിൻ്റെ ഫോർമുല വെച്ചിട്ട് നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഫൈൻഡ് ദ കർവേച്ചർ ഫംഗ്ഷൻ കെ ഓഫ് ടി. കർവേച്ചർ ഫംഗ്ഷൻ കേട്ടോ, കർവേച്ചർ ഫംഗ്ഷൻ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. കെ ഓഫ് ടി ഓഫ് ദ ഹെലിക്സ് ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ പ്ലസ് ബി ടി കെ വെർ എ സ്ക്വയർ എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ നോട്ട് ഈക്വൽ ടു 0. ആർ ഡാഷ് ഓഫ് ടി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ക്രോസ് പ്രൊഡക്റ്റ് ഡിറ്റർമിനൻ്റ് ഫോമിലാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫോർമുലയാണ്. ഫോർമുല കൊടുക്കുക, മോഡുലസ് വാല്യൂ ഇടുക കേട്ടോ അത്. അപ്പോൾ മോഡുലസ് വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ സ്ക്വയർ ബി സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ കോസ് സ്ക്വയർ ടി. അപ്പോൾ അതിൽ നിന്ന് എ സ്ക്വയർ ബി സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ ബാക്കിയുള്ളത് 1 ആയി പോവും. അപ്പോൾ ഒരു എ സ്ക്വയർ ബി സ്ക്വയർ ഇൻറ്റു 1 അത് വരും, പ്ലസ് എ റേസ് ടു 4 ഡിവൈഡഡ് ബൈ മോഡുലസ് വാല്യൂ ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഇത് എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി. അപ്പോൾ അതിന് എ സ്ക്വയർ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ഒരു ബി സ്ക്വയറും വരും. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ റൂട്ട് ഉണ്ട്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ആ റൂട്ടിനെ 1/2 എന്ന് എഴുതാം. പിന്നെ ഒരു ക്യൂബും ഉണ്ട്. അപ്പോൾ അത് ടോട്ടൽ 3/2 വരും. പവറിൽ 3/2 വരും കേട്ടോ. റൂട്ടിൻ്റെ 1/2 ക്യൂബിൻ്റെ 3യും കൂടി ചേർന്നിട്ട്. അപ്പോൾ ഇതിനെ ഇതിൽ എ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുക. എ സ്ക്വയർ ഇതിന് രണ്ട് ടൈമിൽ നിന്നും റൂട്ടിൻ്റെ ഉള്ളിൽ എ സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുക. പിന്നെ ആ എ സ്ക്വയറിനെ റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വരും. ഇവിടെ അടിയിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ റേസ് ടു 3/2. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2. രണ്ടിൽ നിന്നും 1/2 ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഇവിടെ മുകളിൽ എ അടിയിൽ ഒരു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് ആൻസർ വരിക കേട്ടോ. പവർ കൃത്യമായിട്ട് ക്യാൻസൽ ചെയ്ത് കളയുക. റേസ് ടു 1/2 അവിടെ രണ്ട് സ്ഥലത്തു നിന്നും ക്യാൻസൽ ആയി പോകും. അല്ലെങ്കിൽ ഇവിടെ റേസ് ടു 1/2 ഉണ്ട്, ഇവിടെ റേസ് ടു 3/2 ഉണ്ട്. അപ്പോൾ റേസ് ടു 1/2 മൈനസ് 3/2. അപ്പോൾ അതിന് മൈനസിനെ താഴത്തേക്കാക്കി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 1 ആണ് പവർ വരിക. അതിൻ്റെ -1 ആണ് പവർ വരിക. താഴത്തേക്ക് ഇറക്കി എഴുതുമ്പോൾ 1 പവർ വരും. അങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. അതായത് ഗ്രാഫ് ഓഫ് ദ വെക്റ്റർ ഫംഗ്ഷൻ ആർ കോസ് ടി ഐ പ്ലസ് 3 സൈൻ ടി ജെ ഈസ് ആൻ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ 2 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ 3 സ്ക്വയർ ഈക്വൽ ടു 1. ഫൈൻഡ് ദ കർവേച്ചർ ഓഫ് ദ എലിപ്സ് അറ്റ് എൻഡ് പോയിന്റ്സ് ഓഫ് ദ മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ്. മേജർ ആക്സിസും മൈനർ ആക്സിസും നോക്കുമ്പോൾ അത് അവിടെ മേജർ ആക്സിസ് വരുന്നത് 3 അല്ലേ കൂടുതൽ. അപ്പോൾ 0 3യും വൈയിലല്ലേ വന്നേക്കണം. അപ്പോൾ എക്സ് 0 അല്ലേ. അപ്പോൾ 0 3യും 0 - 3യും ആണ് മേജർ ആക്സിസിൻ്റെ രണ്ട് എൻഡ് പോയിന്റ് വരിക. അതുപോലെ മൈനർ ആക്സിസ് എന്ന് പറയുമ്പോൾ 2 0യും -2 0യും ആണ് രണ്ട് മൈനർ ആക്സിസ് വരിക. വൈ ആക്സിസ് 0 ആയിരിക്കും. ഇവിടെ എക്സ് ആക്സിസിലെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മേജർ ആക്സിസ്, ഇത് മൈനർ ആക്സിസ്. അപ്പോൾ ആദ്യം ജനറലി ഉള്ള നമ്മുടെ കർവേച്ചറിൻ്റെ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആർ ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തു, ആർ ഡബിൾ ഡാഷ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തു, ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു. അതായത് കിട്ടും 6K കിട്ടും. മോഡുലസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇതിൻ്റെ മോഡുലസ് വാല്യൂ 4 സൈൻ സ്ക്വയർ ടി പ്ലസ് 9 കോസ് സ്ക്വയർ ടി. റൂട്ട് ഓഫ് 4 സൈൻ സ്ക്വയർ ടി പ്ലസ് 9 കോസ് സ്ക്വയർ ടി ആണ് വരിക. നോം ഓഫ് ആർ ഡാഷ് നോമല്ല, മോഡുലസ് വാല്യൂ ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. ഇവിടെ നിന്ന് നമുക്ക് റൂട്ട് ഓഫ് 6 സ്ക്വയർ ദാറ്റ് ഈസ് 6 ആണ് കിട്ടുക. ഇനി ഇതിൽ നമ്മൾ കർവേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 6/4 സൈൻ സ്ക്വയർ ടി പ്ലസ് 9 കോസ് സ്ക്വയർ ടി റേസ് ടു 1/2 റേസ് ടു ക്യൂബ് ഉണ്ട്. അപ്പോൾ റേസ് ടു 3/2. ഇതാണ് ഫോർമുല വരുന്നത്. ഇനി ഓരോ പോയിന്റിലും ഇത് വാല്യുവേറ്റ് ചെയ്താൽ മതി. മൈനർ ആക്സിസിൻ്റെ രണ്ട് പോയിന്റ്സ് ഞാൻ പറഞ്ഞില്ലേ, 2 0യും -2 0യും. അപ്പോൾ 2 0 ആൻഡ് -2 0 അതെന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡും
നെഗറ്റീവ് സൈഡുമാണ്. എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിൽ നമ്മുടെ ടിയുടെ വാല്യൂ 0 ആയിരിക്കും. ടി ഫ്രം 0 to 2π അല്ലേ ഒരു റൊട്ടേഷൻ, കംപ്ലീറ്റ് റൊട്ടേഷൻ. അപ്പോൾ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് സൈഡിൽ ടിയുടെ വാല്യൂ 0 ആയിരിക്കും. കാരണം നമുക്കിത് ടിയുടെ വാല്യൂ ആണ് അറിയേണ്ടത്, കംപ്ലീറ്റ് ഇത് ടിയിലാണല്ലോ. അപ്പോൾ ഈ 2 കറസ്പോണ്ടിങ് ആയിട്ട് ആ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഭാഗം അതിൽ ടി 0 ആയിരിക്കും. ഇത് എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് ഭാഗമാണ്. അവിടെ ടി എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് അടിച്ച് വരുമ്പോൾ അവിടെ പൈ ആയിരിക്കും വാല്യൂ അല്ലേ. അപ്പോൾ ടി ഈക്വൽ ടു 0ലും ടി ഈക്വൽ ടു പൈയിലും നമ്മൾ കർവേച്ചർ വാല്യൂറ്റ് ചെയ്തു. രണ്ടിലും നമുക്ക് 2/9 എന്നാണ് ആൻസർ കിട്ടിയത്. ഇവിടെ എവിടെയൊക്കെ ടി ഉണ്ടോ അവിടെയൊക്കെ 0 എന്ന് കൊടുക്കുക. ഇതിൽ എവിടെയൊക്കെ 0 ഇപ്പോൾ ടി ഉണ്ടോ അവിടെയൊക്കെ പൈ എന്ന് കൊടുക്കുക. രണ്ട് ഈക്വൽ ആയിട്ടാണ് കിട്ടിയത്. ഇനി രണ്ട് മേജർ ആക്സിസിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0,3യും 0-3യും ആണ്. 0,3 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വൈ ആക്സിസുമാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വൈ ആക്സിസുമാണ് വരുന്നത്. പോസിറ്റീവ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ അവിടെ ടിയുടെ വാല്യൂ π/2 ആണ് ആംഗിളിൻ്റെ മെഷർമെൻറ്റ്. നെഗറ്റീവ് വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ അവിടെ ടിയുടെ വാല്യൂ 3π/2 ആണ്. നമ്മൾ പൊളാറ് പഠിച്ചില്ലേ, അത് വെച്ച് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അവിടെ രണ്ട് പോയിന്റിലും നമുക്ക് കർവേച്ചർ വാല്യൂറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തേൽ ടിയുടെ പ്ലേസിൽ π/2 ഇട്ട് കൊടുക്കുക, രണ്ടാമത്തേൽ ടിയുടെ പ്ലേസിൽ 3π/2 ഇട്ട് കൊടുക്കുക. രണ്ടും 3/4 ആണ് ആൻസർ വരുന്നത് കേട്ടോ. അങ്ങനെയാണത് ഫൈൻഡ് ചെയ്യുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഫോർമുല ഫോർ ദ കർവേച്ചർ ഓഫ് ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. If C is the graph of a twice differentiable function f, then the curvature at the point xy, where y equal to f of x, is given by k of x equal to modulus value of y double dash by 1 plus y dash square the whole raised to 3/2 എന്നാണ് ഫോർമുല വരുന്നത്. അതിൻ്റെ പ്രൂഫ് ഉണ്ട്. പ്രൂഫ് നമുക്ക് തൽക്കാലം ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഭാഗത്ത് പറയാനുള്ളത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്താണെന്നാണ്. ഈ കർവേച്ചറിൻ്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അതായത് 1/k റോ ഈക്വൽ ടു 1/k ആണ്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ അത് മാത്രം ഫോർമുല മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇവിടെ ഒരു ഓസ്കുലേറ്റിംഗ് സർക്കിൾ ഓഫ് കർവേച്ചറിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. തൽക്കാലം നമുക്കതൊന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഇത്ര എഴുതി വെച്ചാൽ മതി. ദ റേഡിയസ് ഓഫ് കർവേച്ചർ റോ എന്നാണ് ലെറ്റർ വരിക. റേഡിയസ് ഓഫ് കർവേച്ചർ റോ ഈക്വൽ ടു 1/k എന്നുള്ള ഫോർമുല എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. For the helix r of t equal to a cos t into I plus a sin t into j plus b t k, find the radius of curvature at the point t. അപ്പോൾ ഇവിടെ കെ കണ്ടുപിടിക്കുന്നത് ഇവർ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങളത് ചെയ്യണം. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇവിടെ അവർ ചെയ്യാത്തത്. പക്ഷേ എക്സാമിന് വരുമ്പോൾ നമ്മുടെ കയ്യിൽ അത് ഉണ്ടാവില്ല, ഡയറക്റ്റ് ഇത് എഴുതാൻ നമുക്കറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. എപ്പോഴും കർവേച്ചർ കണ്ടുപിടിച്ച ശേഷമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ കർവേച്ചർ കണ്ടുപിടിക്കുക, കെ ഓഫ് ടി കണ്ടുപിടിക്കുക. കെ ഓഫ് ടി ഇതിപ്പോൾ ഓൾറെഡി ചെയ്ത പ്രോബ്ലം ആയതുകൊണ്ടാണ് ഉത്തരം എഴുതിയിരിക്കുന്നത്. അല്ല എങ്കിൽ നമ്മളവിടെ കർവേച്ചറിൻ്റെ ഫോർമുല യൂസ് ചെയ്ത് കർവേച്ചർ അവിടെ കണ്ടുപിടിക്കും. അപ്പോൾ a/a² + b² ആണ് കർവേച്ചർ എങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ 1/k ഓഫ് ടി ആണ്, വിച്ച് ഈസ് a² + b² ആണ് വരുന്നത്. ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസസ് ആണ്. എക്സസൈസിന് ഏതെങ്കിലുമൊക്കെ പ്രോബ്ലംസ് പറ്റുന്നത് എടുത്തിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രയാണ് ഈ ചാപ്റ്റർ വരുന്നത്.